Hi, good morning, my dear students. We already discussed about offer. Okay, I feel that all of you have a clear idea about what is offer, what are the types of offer, etc. Okay, today we will discuss about what acceptance. Okay, എന്താണ് acceptance? നമുക്കറിയാവുന്ന കാര്യമാണ്. In order to create a contract, there must be an offer and by one party and its acceptance by the other party അല്ലേ. then what is acceptance? acceptance എന്നുള്ളത് ഓഫർ കൊടുത്ത ഒരാൾ ഓഫർ കൊടുക്കും, ആ ഓഫറിന് മറ്റേ കക്ഷി കൊടുക്കുന്ന സമ്മതത്തെയാണ് എന്ത് വിളിക്കുന്നത്? അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ്. ഒരു ഓഫറുണ്ട്, ആ ഓഫർ ഒരാൾ സമ്മതിച്ചാൽ ദാറ്റ് ഷുഡ് ബി അക്സെപ്റ്റൻസ്. ഓഫർ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഗ്രിമെൻ്റായി മാറി. അതിനുശേഷം ചില എസെൻഷ്യൽ കണ്ടീഷനോട് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എഗ്രിമെൻ്റ് എന്തായി മാറി? കോൺട്രാക്റ്റായി മാറി അല്ലേ. അപ്പം ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട നമ്മൾ ഇനി പഠിക്കാനുള്ള കാര്യങ്ങൾ, ഓഫർ എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഓഫറിൻ്റെ ടൈപ്സ് ഒക്കെ പഠിച്ചു. ഇനി എന്താണ് അക്സെപ്റ്റൻസ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് അക്സെപ്റ്റൻസ്? മീനിങ് ഓഫ് അക്സെപ്റ്റൻസ്: ഇറ്റ് ഈസ് ദ അസെൻറ്റ് ഓഫ് ദ ഓഫറി ടു ആൻ ഓഫർ മെയ്ഡ് ടു ഹിം അല്ലേ. ഒരു ഓഫറി അയാൾക്ക് കിട്ടിയിരിക്കുന്ന ഓഫറിന് അയാൾ കൊടുക്കുന്ന സമ്മതമാണ്. ഓഫർ നടത്തി ഓഫർക്കെതിരെ കൊടുക്കുന്ന സമ്മതമാണ് എന്ത് വിളിക്കുന്നത്? അക്സെപ്റ്റൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഹിസ് ഇൻറ്റൻഷൻ ടു ബി ബൗണ്ട് ബൈ ദ ടേംസ് ഓഫ് ദ ഓഫർ അല്ലേ. ഓഫറിൻ്റെ ടേംസ് അനുസരിക്കാം എന്ന് അയാൾ അല്ലെ, ഓഫറിൻ്റെ ടേംസ് അനുസരിച്ചു ഓഫർ സമ്മതിച്ചു എന്ന് അയാൾ ഓഫറെ അറിയിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്സെപ്റ്റൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് അക്സെപ്റ്റൻസ്? ഇറ്റ്സ് എ സിംപ്ലി ഗിവിങ് ആൻ അസെൻറ്റ് ബൈ ദ ഓഫറി ടു ദ ഓഫറർ. ദാറ്റ് ഷുഡ് ബി acceptance. Clear? Okay, then what is the definition of acceptance? Okay, section 2b of the Indian Contract Act of 1872 defines acceptance as when the person to whom the proposal made, ആർക്കെതിരെയാണോ പ്രപ്പോസൽ കിട്ടിയത്, ഇപ്പം ഒരാളുടെ പ്രപ്പോസൽ ഒരാളുടെ നേരെ വരികയല്ലേ. അപ്പം ഇപ്പോൾ എന്നോടൊരാൾ ചോദിക്കുന്നു, എൻ്റെ വണ്ടി വിൽക്കാനുണ്ടെന്ന് ഒരാൾ എന്നോട് പറയുന്നു. അപ്പോൾ എൻ്റെയിലേക്കാണ് ആ പ്രപ്പോസൽ വന്നത്. അപ്പം ആർക്കാണോ പ്രപ്പോസൽ കിട്ടുന്നത്, ഹീ മെയ്ഡ്, അയാൾ സിഗ്നിഫൈസ് ഹിസ് അസെൻറ്റ് ദെയർ ടു, ആ പ്രപ്പോസലിന് സമ്മതം അറിയിക്കുകയാണെങ്കിൽ ദ പ്രപ്പോസൽ ഈസ് സെഡ് ടു ബി ആക്സെപ്റ്റഡ്. ആ പ്രപ്പോസൽ അംഗീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു എന്നർത്ഥം. 10,000 രൂപയ്ക്ക് എൻ്റെ 2 വീലർ വിൽക്കുന്നു എന്നൊരാൾ എന്നോട് പറയുമ്പോൾ ഞാൻ ആ ഓഫർ കേട്ടിട്ട് എൻ്റെ സമ്മതം മറ്റേയാളെ അറിയിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ടു ബി അക്സെപ്റ്റ്. ഐ ആം അക്സെപ്റ്റിംഗ് ദ ഓഫർ. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 10,000 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുമ്പം ഞാൻ പറയുന്നു 9,000 ആണെങ്കിൽ എനിക്ക് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ ഒരു കണ്ടീഷൻ വെച്ചാൽ ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ല. കണ്ടീഷനൊന്നും വയ്ക്കാതെ വെൻ ഐ ആം giving my assent to the proposal without giving any condition thereto, that is said to be acceptance. A proposal, when it is accepted, it becomes a promise. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറി? വാഗ്ദാനമായി, സമ്മതമായി അല്ലേ. എനിക്ക് സമ്മതമാണെന്ന് ഞാൻ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലൊരു വാഗ്ദാനമായി മാറി അല്ലേ. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ഈസ് ഗിവിങ് എ കൺസെൻറ്റ് ടു ദ ഓഫർ. ഓഫറിന് കൊടുക്കുന്ന സമ്മതത്തെയാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ആർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ഹു ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്? ആൻ ഓഫർ ക്യാൻ ബി അക്സെപ്റ്റഡ് ഓൺലി ബൈ ദ പേഴ്സൺ ഓർ പേഴ്സൺസ് ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ് അല്ലേ. ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നത് ആർക്കെതിരെയാണോ ഓഫർ കിട്ടിയത് അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്കെതിരെയാണ് കിട്ടിയെങ്കിൽ അവർക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ നമ്മുടെ കോളേജിലുള്ള BCom നിങ്ങളുടെ 3rd ഇയർ കുട്ടികളോട് പറയുന്നു, ഞാനൊരു 5 ക്വസ്റ്റ്യൻ തരുന്നു, ഈ 5 ക്വസ്റ്റ്യൻ ആൻസർ പറയുന്ന ആൾക്ക് ഞാനൊരു പെൻ തരാം, പാർക്കറിൻ്റെ പെൻ തരാമെന്ന് ഞാൻ പറഞ്ഞാൽ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്കേ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നീ ഇത്ര 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് പഠിച്ചിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഇത് കൃത്യമായി പറഞ്ഞ് നിനക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഓഫർ ക്യാൻ ബി അക്സെപ്റ്റ് ഓൺലി ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. അപ്പം ആ വ്യക്തിക്ക് ചെയ്യാം,
അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോട് ക്ലാസ്സിൽ മൊത്തം പറഞ്ഞാൽ ക്ലാസ്സിൽ മൊത്തം ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇനി ഞാൻ പറയുന്നത് ടീം ജി കോളേജിലെ എല്ലാ കുട്ടികളോടും ആണ് ഞാനിത് ചോദിക്കുന്നതെങ്കിൽ ദാറ്റ് ഓഫർ ക്യാൻ ബി അക്സെപ്റ്റഡ് ഓൺലി ബൈ ദ സ്റ്റുഡൻസ് ഓഫ് ടീം ജി കോളേജ് ഓൺലി. അല്ലാതെ മൗലാന കോളേജിലെ കുട്ടികൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഓഫർ നമുക്ക് രണ്ട് പ്രധാനമായിട്ട് സ്പെസിഫിക്കും ജനറലും ആണെന്ന് പറഞ്ഞല്ലോ. സ്പെസിഫിക് ഓഫറിൻ്റെ കേസാണ് ഞാൻ ഈ പറഞ്ഞത്. സ്പെസിഫിക് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു സ്പെസിഫിക് വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും. ഓക്കെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ജനറൽ ഓഫർ ദാറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് ബൈ എനി വൺ ഹൂ ഹാവിങ് നോളജ് അബൌട്ട് ദ ഓഫർ ആൻഡ് ഹൂ ഫുൾഫില്ലിങ് ദ ടേംസ് ഓഫ് ദ ഓഫർ. ഒരു ജനറൽ ഓഫർ ആണെങ്കിൽ നിങ്ങളത് പഠിച്ചൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചൊരു ഉദാഹരണമാണ്, ജനറൽ ഓഫറിൻ്റെ ഉദാഹരണമാണ് എന്ത്, കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബൾബ് കമ്പനി. ഈ കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബൾബ് കമ്പനിയുടെ കേസിൽ നമ്മൾ എന്താ പഠിച്ചത്? അത് അതാണ് ഈ സ്മോക്ക് ബാൾ, ഈ ഇൻഫ്ലുവൻസിക്കെതിരെയുള്ള സ്മോക്ക് ബാൾ തുടർച്ചയായി 3 ആഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ ഇത്ര പൗണ്ട് തരാം എന്നാണ് പറഞ്ഞത് അല്ലേ. ആരുപയോഗിച്ചാലും അതാണ് പറഞ്ഞത്, ജനറൽ പബ്ലിക്കാണ്. അപ്പം ഈ പരസ്യം കണ്ടുകൊണ്ടാണ് മിസ്സിസ് കാർൽ അത് ഉപയോഗിച്ചു. അവർ 3 ആഴ്ച അവർ പറഞ്ഞ രീതിയിൽ പ്രിൻ്റഡ് ഡയറക്ഷനിൽ ഉപയോഗിച്ചു. പക്ഷേ അവർക്ക് ഇൻഫ്ലുവൻസ് വന്നപ്പോൾ അവർ കേസ് കൊടുത്തു. അപ്പോൾ കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചിട്ട് പറഞ്ഞു അവർ ജനറൽ ഓഫർ അക്സെപ്റ്റ് ചെയ്തതാണ്, അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജനറൽ ഓഫർ അക്സെപ്റ്റ് ചെയ്ത ആർക്ക്, ബിക്കോസ് ഇറ്റ്സ് എ ജനറൽ ഓഫർ മെയ്ഡ് ബൈ ദ കമ്പനി. ദാറ്റ് മീൻസ് who can accept it? In the case of a general offer that can be accepted by any person who is knowing the offer and who is fulfilling the condition. അപ്പോൾ നേരത്തെ ജനറൽ ഓഫറിൻ്റെ കേസ് അവർ കണ്ടിന്യൂസ് ആയിട്ട് 2 നേരം കൃത്യമായി ഉപയോഗിക്കണം, പ്രിൻ്റ് ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അത് അവർ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ക്യാൻ ബി അക്സെപ്റ്റ് ദ ഓഫർ. ഇൻ ദ കേസ് ഓഫ് എ ജനറൽ ഓഫർ എനി പേഴ്സൺ ക്യാൻ അക്സെപ്റ്റ് ഹു ഈസ് ഹിയറിംഗ് ദ ഓഫർ. ക്ലിയർ? നെക്സ്റ്റ് വൺ. What are the essential elements of a valid acceptance or legal rules of a valid acceptance? പ്രധാനമായിട്ട് നമുക്ക് കുറച്ചെണ്ണം ഉണ്ട്, 8 എണ്ണം ഉണ്ട്. നമുക്ക് ആദ്യത്തെ 2-3 പഠിക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. അക്സെപ്റ്റൻസ് എക്സ്പ്രസ്ഡ് ആകാം, ഇംപ്ലൈഡ് ആകാം അല്ലേ. ആ എക്സ്പ്രസ് എന്ന് വെച്ചാൽ എന്താണ്, വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ ആയിരിക്കണം. ഒരു അക്സെപ്റ്റ് ചെയ്ത ഒരാൾ ഞാനത് വാക്കാൽ പറയുകയോ എഴുതി അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ ഇംപ്ലൈഡ് വൺ ഇറ്റ് ഈസ് യൂഷ്വലി ഗാദേർഡ് ഫ്രം ദ സറൗണ്ടിങ് സർക്കംസ്റ്റൻസസ് ഓഫ് ദ കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് അല്ലേ. അത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, കണ്ടക്ട് ഓഫ് ദ പാർട്ടീസ് ആണ് അല്ലേ. അവരുടെ പെരുമാറ്റത്തിലൂടെയാണ്. അവിടെ നമ്മൾ കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബൾബ് കമ്പനിയിൽ അവിടെ അവർ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊന്നുമില്ല, ഓറലോ റിട്ടേണോ ഒന്നും അറിയിച്ചില്ല. പക്ഷേ അവർ കൃത്യമായി അത് അനുസരിച്ച് ആ ഓഫർ അംഗീകരിച്ച് അതനുസരിച്ച് പ്രിൻ്റ് ഡയറക്ഷൻ ഉപയോഗിച്ചപ്പോൾ അവർക്ക് ആ ഓഫർ അംഗീകരിച്ചതിന് തുല്യമാണ്. അവിടെ അവരുടെ പെരുമാറ്റം തന്നെയാണ് അവരുടെ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അതുപോലെ തന്നെ ഓഫർ എപ്പോഴും അത് റിട്ടേൺ ആവണോ നിർബന്ധമൊന്നുമല്ല, ഇംപ്ലൈഡും ആകാം. അത് കണ്ടീഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഒരു വയസ്സായ ലേഡി പറയുന്നു അവരുടെ നീസിനോട് അല്ലെങ്കിൽ അവരുടെ മരുമകളോട് പറയുന്നു, എൻ്റെ വയസ്സായ സമയത്ത് എന്നെ നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ വീട് നിങ്ങൾക്ക് തരാം, എൻ്റെ കാലശേഷം. ഒന്നും പറയുന്നില്ല, ഒന്നും എഴുതിയൊന്നും കൊടുക്കുന്നില്ല. അവർ വന്ന് നോക്കി, വയസ്സായി മരിച്ചു കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി വീട് ഇവർക്ക് കിട്ടേണ്ടതാണ്. കാരണം എന്താ, ഇവിടെ അക്സെപ്റ്റൻസ് നിർബന്ധമാണെന്നില്ല. കാരണം ഷീ ഈസ് അക്സെപ്റ്റിംഗ് ദ ഓഫർ ഓൺ ദ ബേസ് ഓഫ് ദ ഓഫർ. ഷീ ഈസ് സ്റ്റേയിങ് വിത്ത് ദാറ്റ് ഓൾഡ് ലേഡി അല്ലേ. ആ ഓൾഡ് ലേഡിയോടൊപ്പം താമസിച്ചത് അതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ടു ബി അക്സെപ്റ്റൻസ് മേ ബി ഇംപ്ലൈഡ് വൺ. ഓക്കെ. നെക്സ്റ്റ് വൺ, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞാണ് അക്സെപ്റ്റൻസ് എപ്പോഴും പറയുന്നുണ്ട്, സെക്ഷൻ 7(1) പറയുന്നുണ്ട്, ആൻ അക്സെപ്റ്റൻസ് ഇൻ ഓർഡർ ടു ബൈൻഡിങ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. അക്സെപ്റ്റൻസ് എപ്പോഴും അബ്സല്യൂട്ട് ആയിരിക്കണം, കൃത്യമായിരിക്കണം, അൺക്വാളിഫൈഡ് ആയിരിക്കണം. ഒരാൾ എന്നോട് പറയുകയാണ് 10,000 രൂപയ്ക്ക് എൻ്റെ സ്കൂട്ടർ തരാമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങാൻ സമ്മതമാണ്, പക്ഷേ 9,000 രൂപ ഞാൻ ഇപ്പോൾ തരും, 1,000 രൂപ അടുത്ത മാസം തരും. ഈസ് ഇറ്റ് എ വാലിഡ് അക്സെപ്റ്റൻസ്? No, it is a qualified one, but because I am giving certain conditions for my acceptance, then it is said to be qualified one. So it never creates an agreement.
Therefore, acceptance is state that acceptance is absolute. ആ ഓഫർ പറഞ്ഞ അതേപോലെ ഞാൻ അംഗീകരിച്ചാൽ മാത്രമേ അത് അക്സെപ്റ്റൻസ് ആവത്തുള്ളൂ, അത് അൺക്വാളിഫൈഡ് ആവത്തുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ക്വാളിഫൈഡ് ആൻഡ് കണ്ടീഷണൽ അക്സെപ്റ്റൻസ് ഇറ്റ് എമൗണ്ട്സ് ടു കൗണ്ടർ ഓഫർ ആൻഡ് റിജക്ഷൻ ഓഫ് ഒറിജിനൽ ഓഫർ. ഞാനിത് തിരിച്ചു പറയുകയാണ്, ഞാൻ 9,000 രൂപയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ 9,000 രൂപ ഇപ്പം തരാം, 1,000 രൂപ പിന്നീട് തരാം, ഒരു മാസം കഴിഞ്ഞ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടു ബി കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ ഉണ്ടായിക്കഴിഞ്ഞാൽ 2 ഓഫറായ അക്സെപ്റ്റൻസ് ഇല്ല എങ്കിൽ അത് എഗ്രിമെൻറ്റിലേക്ക് പോകില്ല. ഓക്കെ, അപ്പം അത് ഒരു ഓഫർ റിജക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും, ഒരു ഓഫർ ക്യാൻസൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ഓക്കെ, ദിസ് ഈസ് എബൌട്ട് ഓഫർ മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്, 10,000 രൂപയ്ക്ക് TV സെറ്റ് വിൽക്കാമെന്ന് എ ബിയോട് പറയുന്നു. ബി പറയുന്നു 9,000 രൂപ ഞാൻ തരാം, 1,000 രൂപ വൈകുന്നേരം തരാം. This is not a valid acceptance. Clear? Okay, next one. Third one. Acceptance must be communicated to the offerer. Acceptance വാക്കാലോ എഴുതിയോ അറിയിച്ചിരിക്കണം. ജനറൽ ഓഫർ ആണെങ്കിൽ മാത്രം അത് വേണ്ട. അല്ലാത്ത സാഹചര്യങ്ങളിൽ സ്പെസിഫിക് വ്യക്തി താല്പര്യമുണ്ടെങ്കിൽ അത് അറിയിച്ചിരിക്കണം, അല്ലെങ്കിൽ മറ്റേയാളത് അക്സെപ്റ്റ് ചെയ്തതായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ offerer to create a binding contract. That is, the acceptor should do something to signify his intention to accept. അയാൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള കാര്യം അറിയിച്ചിരിക്കണം. Thus, where a person accepts an offer but fails to post the letter of acceptance, is not a valid acceptance. അക്സെപ്റ്റ് ചെയ്തു പക്ഷേ മറുപടി അയച്ചില്ല എങ്കിൽ അതൊരു വാലിഡ് അക്സെപ്റ്റൻസ് ആകില്ല. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി, ഉദാഹരണത്തിന് പറയുന്നത് ഒരു വ്യക്തി അയാളുടെ മരുമകനോട് പറയുന്നു, നിങ്ങളുടെ കുതിര എനിക്ക് തരണം, 30 പൗണ്ട് ഞാൻ തരാം. ഓക്കെ, അയാൾ തരാം എന്നൊക്കെ സമ്മതിച്ചു. പക്ഷേ അയാളത് മനസ്സിലാക്കി, പക്ഷേ അയാൾ അക്സെപ്റ്റൻസ് ഒന്നും ലെറ്ററൊന്നും അയച്ചില്ല. അയാൾ കൊടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു, പക്ഷേ അക്സെപ്റ്റൻസ് ഒന്നും അയച്ചിട്ടില്ല. പക്ഷേ അയാളുടെ സെർവൻ്റ് അല്ലെങ്കിൽ അയാളുടെ ജോലിക്കാരൻ ഈ കുതിര മറ്റൊരാൾക്ക് മറിച്ചു കൊടുക്കുമ്പോൾ ഈ ആദ്യമേ ചോദിച്ച വ്യക്തി, 30 പൗണ്ടിന് ചോദിച്ച വ്യക്തി ഓഫർ കൊടുത്തു, പക്ഷേ അക്സെപ്റ്റൻസ് കിട്ടിയില്ല. അപ്പം എനിക്ക് തരാമെന്ന് പറഞ്ഞ് തന്നില്ല എന്ന് ഒരു കേസ് വന്ന സമയത്ത് കോടതി പറഞ്ഞു, അക്സെപ്റ്റൻസ് ഈ പറയപ്പെടുന്ന വ്യക്തി സമ്മതിച്ചുവെങ്കിലും, അല്ലെങ്കിൽ അയാൾ ഫോണിലൂടെ അല്ലെങ്കിൽ അയാളത് മറുപടി ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അത് അക്സെപ്റ്റൻസ് ആകില്ല. അക്സെപ്റ്റൻസ് എപ്പോഴും ഓഫറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് സെഡ് ടു ബി ദ വാലിഡിറ്റി ഓഫ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ദ ഓഫർ. ഓക്കെ, ദീസ് ആർ അബൌട്ട് ദ 3 പോയിൻറ്റ്സ്. എന്തൊക്കെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് എന്തൊക്കെയാണ് പഠിച്ചത്? അക്സെപ്റ്റൻസ് എന്നുള്ളത് എക്സ്പ്രസ് ഇംപ്ലൈഡ് ആകാം, അല്ല അക്സെപ്റ്റൻസ് അബ്സല്യൂട്ട് ആയിരിക്കണം, അത് അൺക്വാളിഫൈഡ് ആയിരിക്കണം, അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ്. ദിസ് ഈസ് അബൌട്ട് ദ 3 കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെ പഠിച്ചു? അക്സെപ്റ്റൻസ് പഠിച്ചു, അതിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ് 3 എസെൻഷ്യൽ എലമെൻറ്റ്സ് പഠിച്ചു. ഓക്കെ, നല്ലതുപോലെ വായിക്കുക. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു ഓൾ. വീട്ടിൽ സുരക്ഷിതമായിട്ടിരിക്കൂ, നല്ലതുപോലെ പഠിച്ച് നോട്ടൊക്കെ തയ്യാറാക്കണം. ഓക്കെ, താങ്ക് യു ഓൾ.